നൂപുർ ശർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ സാമൂഹിക വശങ്ങളെക്കുറിച്ചും ഞാനിതിനു മുമ്പ് ചെയ്ത വീഡിയോകൾക്ക് താഴെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അനുകൂലമായും പ്രതികൂലമായും നിഷ്പക്ഷമായും ഒക്കെ ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ ചില പ്രതികരണങ്ങൾക്ക് മറുപടി എന്നോണം ഞാൻ വീണ്ടും വീഡിയോ ചെയ്തിരുന്നു. എങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നതിനാൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ കൂടി ഇന്ന് പരിശോധിക്കുകയാണ്. അതിലെൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള രണ്ട് കമൻറ്റുകൾ ഞാൻ വായിക്കാം. ഒന്ന് എൻ്റെ സുഹൃത്ത് പി സുശീൽ കുമാറിൻ്റെ കമൻറ്റാണ്. അതിങ്ങനെയാണ്: ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങളിൽ മിക്കതിനോടും യോജിക്കുന്നു. യുക്തിവാദികളിൽ ഒരു കൂട്ടർ ജമാഅത്തെ ഇസ്ലാമിയുടെ ബി ടീമായി മാറിയിരിക്കുന്നത് കാണുന്നു. ഇസ്ലാം വിമർശനം ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അനൗചിത്യവും ശരിയാണ്. എന്നാൽ നൂപുർ ശർമ്മ വിഷയത്തിൽ മാഷിൻ്റെ വിലയിരുത്തലിൽ തോന്നുന്ന അപാകത പങ്കുവയ്ക്കുന്നു. ഹിന്ദുത്വത്തിൻ്റെ ചെളി തലയിൽ പേറുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തെ പരിഹസിക്കാൻ വിമർശനം വസ്തുതാപരമെങ്കിൽ കൂടി ധാർമ്മിക അർഹതയില്ല എന്ന് തന്നെ ശക്തമായ അഭിപ്രായമുള്ളയാളാണ് ഞാൻ. എന്നാൽ നൂപുർ ശർമ്മ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. ആഗോള ഇസ്ലാമിക ലോകം അവരുടെ പരാമർശത്തെ പ്രവാചക നിന്ദയായി വ്യാഖ്യാനിച്ച് അവരുടെ രക്തത്തിനായി ദാഹിക്കുന്നു. ഇത് കണ്ടപ്പോൾ പേടിച്ച് BJP പോലും അവരെ തള്ളിപ്പറയുന്നു. കാര്യങ്ങൾ ഇത്തരത്തിൽ പോയാൽ നാളെ ജബ്ബാർ മാഷിക്കോ മറ്റാർക്കെങ്കിലും മതവിമർശനം അസാധ്യമായി വരും. BJPക്കും ഇത്തരമൊരു കാര്യത്തിൽ ഇസ്ലാമിസ്റ്റുകളോട് അണ്ണൻ തമ്പി അഭിപ്രായമായിരിക്കാം. ഫ്രീ സ്പീച്ചിനുള്ള ആരുടെയും അത് സംഘി സുഡാപ്പി ഭേദമന്യേ ഒപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെയാണ്. അവരെ പിന്തുണച്ച് സ്വതന്ത്ര ചിന്തകർ അവരുടെ ഹിന്ദുത്വത്തെയല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന കാര്യം മാഷ് ഒഴിവാക്കി വിടുന്നു. പ്രവാചക നിന്ദ അല്ലെങ്കിൽ മതനിന്ദ ആക്രോശിച്ച് അഭിപ്രായ വ്യത്യാസത്തെ നിഷേധിക്കാൻ ഇക്കാര്യത്തെ സംഘപരിവാർ പോലും സൗകര്യപൂർവ്വം ഉപയോഗപ്പെടുത്തിയേക്കുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കമൻറ്റ് കൂടെ ഞാൻ വായിച്ചിട്ട് മൊത്തത്തിൽ പ്രതികരിക്കാം. മൻസൂർ റാസിക്ക്: ജബ്ബാർ മാഷിൻ്റെ ധാരാളം വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായി വിയോജിക്കുന്നു. മതങ്ങളെ വിമർശിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ഉണ്ടായാൽ മാത്രമേ താങ്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അതിന് സാധ്യമാകൂ. ആരെങ്കിലും വിമർശിക്കുമ്പോൾ സാഹചര്യം നോക്കി ആർക്കെങ്കിലും ഗുണകരമാകുമോ എന്ന ഭയപ്പാടില്ല എങ്കിൽ മാത്രമേ ഞങ്ങൾ അനുകൂല അഭിപ്രായം പറയൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാ മതങ്ങളും എല്ലാ കാലത്തും എല്ലാ ദിവസവും തുല്യമായി വിമർശിക്കപ്പെടണം. കാരണം അവർ മനുഷ്യഹൃദയങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നവരാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കേണ്ട മനുഷ്യരെ അതിന് അനുവദിക്കാതെ അടക്കി ഭരിക്കുന്ന കിരാതന്മാരാണ്. ഈ രണ്ട് കമൻറ്റിലെയും മറ്റനേകം കമൻറ്റുകളിലെയും ഏകദേശ ഉള്ളടക്കം ഈ വായിച്ചതിൽ നിന്ന് മനസ്സിലായിക്കാണും. അതായത് നമ്മൾ സ്വതന്ത്ര ചിന്തകർ മതത്തെ ആണ് വിമർശിക്കേണ്ടത്. അത് വിമർശിക്കുമ്പോൾ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ലഭിക്കുമോ എന്നൊന്നും നോക്കേണ്ടതില്ല. മതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ രാജ്യത്ത് നിലനിർത്താൻ നമ്മൾ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇതിനകത്തുള്ള മൊത്തത്തിലുള്ള ഒരു ആശയം. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മസ്തിഷ്ക ശാസ്ത്രം വിശദീകരിച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുബന്ധമായി തന്നെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ വായിച്ചു കേട്ട കമൻറ്റുകളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഏറെക്കുറെ ശരിയാണ് എന്ന് പൊതുവിൽ യുക്തിവാദികളായ ആളുകൾക്ക്, സ്വതന്ത്ര ചിന്തകരായ ആളുകൾക്ക് തോന്നും. ആ തോന്നലിൻ്റെ കാരണം മസ്തിഷ്കപരമായ കാരണമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചത്. നമുക്കിത്തരം ഒരുപാട് സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന സാമൂഹിക വിഷയങ്ങളെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ മാത്രം നോക്കി കാണുമ്പോഴാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. ഇത് എനിക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം അതാണോ ശരി, ഇതാണോ ശരി എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന തരത്തിൽ സങ്കീർണമാണ് ഇവിടെ വിഷയമെന്നതാണ്. ഞാനിതിനെ നോക്കിക്കാണുന്നത് എങ്ങനെ എന്നത്, ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത് എങ്ങനെ എന്നത് ഒരുപാട് വിശദീകരിച്ചാൽ പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതും കൃത്യമായി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും ഞാനൊരു ശ്രമം നടത്താം. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഞാനൊരു ചിന്താ പരീക്ഷണം ആദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അസ്വാഭാവികമായ ഒരു ചിന്താ പരീക്ഷണമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ സങ്കീർണത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം വയ്ക്കുന്നത്. ഇപ്പോൾ
ഈ ചിത്രത്തിൽ കാണുന്നത് എൻ്റെ അടുക്കളയിൽ ഞാനൊരു 20 വർഷം മുമ്പോ മറ്റോ ചന്തയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഉപകരണമാണ്. ഞങ്ങൾ ഇന്ന് അത് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിക്കുന്നതിനും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിനുമൊക്കെയാണ്. ഈ ഒരു ഉപകരണം എൻ്റെ വീട്ടിലിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് ഒരു സംഘം ആളുകൾ, ഞാൻ തൽക്കാലം എൻ്റെ വീട് എന്നതിന് പകരം ഒരു ഡിങ്ക മതക്കാരൻ്റെ വീട് എന്ന് വയ്ക്കുന്നു. ഇനി ആ വീട്ടിലേക്ക് ഒരു സംഘം ലിംഗമതക്കാർ കയറി വരികയാണ്. കയറി വന്നിട്ട് വീട് അതിക്രമിച്ച് കയറി വീടൊക്കെ അടിച്ച് പൊളിച്ച് ആ വീട്ടിലുള്ളവരെയൊക്കെ തല്ലി ചതച്ച് അവരെ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് എൻ്റെ അടുക്കളയിൽ നിന്ന് ഈ ഉപകരണം അവർ കവർന്നെടുത്തുകൊണ്ട് പോവുകയാണ്. അവർ പറയുന്നത് ആ ഉപകരണം അത് അടുക്കള ഉപകരണമല്ല, അത് അവരുടെ ദൈവത്തിൻ്റെ ലിംഗമാണ്, ലിംഗ മതക്കാരാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അതിനവർ കുറേ ചരിത്രപരമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി ഈ ഉപകരണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വീട്ടുകാരെ അടിച്ച് പരിക്കേൽപ്പിച്ച് വീടെല്ലാം അടിച്ച് പൊളിച്ച് അവരെ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടിട്ടാണ് ഇത് കവർന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവർ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ വീട്ടിലുള്ള അടികൊണ്ട് വീണ് കിടക്കുന്ന കയറുകൊണ്ട് വരിഞ്ഞ് കിടക്കുന്ന നിസ്സഹായരായ ആ മനുഷ്യരിൽ ഒരാൾ ആ പോകുന്നവരെ തെറി വിളിക്കുകയാണ്, തന്തയ്ക്ക് വിളിക്കുകയാണ്. എന്തൊരു ചെറ്റത്തരമാണ്, എന്തൊരു തന്തയില്ലാത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വായിൽ നിന്ന് കുറേ തെറി വരുന്നു എന്ന് സങ്കല്പിക്കുക. അന്ന് വൈകുന്നേരം ഈ ലിംഗമതക്കാരുടെ TV ചാനലിൽ ചർച്ച നടക്കുകയാണ്. ചർച്ചയുടെ വിഷയം ഇതാണ്: ലിംഗമതക്കാരെ തെറി വിളിച്ചത് ശരിയോ തെറ്റോ? ഇതാണ് ചർച്ച. എന്നിട്ട് ആ തെറിയുടെ ഒരു കാഠിന്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കുറേ ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് അത് തെറി വിളിച്ചത് ധാർമ്മികമോ അധാർമികമോ എന്ന ഒരു വിഷയം ഈ ലിംഗമതക്കാർ അവരുടെ TV ചാനലിൽ ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിലേക്ക് ഡിംഗമതത്തിൻ്റെ പ്രതിനിധിയെയും ലിംഗമതത്തിൻ്റെ പ്രതിനിധിയെയും ഒപ്പം സ്വതന്ത്ര ചിന്തകരുടെ പ്രതിനിധിയെയും വിളിക്കുന്നു എന്ന് സങ്കല്പിക്കാം. അവിടെ ഈ ചർച്ച നടക്കുന്ന ചാനലുകാർ ഇങ്ങനെ ഒരു ചോദ്യം മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികത ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഈ സ്വതന്ത്ര ചിന്തകനോട് ചോദിക്കുകയാണെങ്കിൽ തെറി പറയുന്നത് ആരായാലും ശരി അത് അധാർമികമാണ് എന്നതാണ് എൻ്റെ നിലപാട് എന്ന് മാത്രം പറഞ്ഞ് ആ സ്വതന്ത്ര ചിന്തകൻ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു. എന്നാൽ ആ സ്വതന്ത്ര ചിന്തകൻ ചെയ്തത് ആണോ അവിടെ ചെയ്യേണ്ടത് എന്നതാണ് അടിസ്ഥാനപരമായിട്ട് എന്നെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകർ ചോദിക്കുന്നത്. ആ സ്വതന്ത്ര ചിന്തകൻ ഈ പറഞ്ഞത് ഈ ചർച്ചയിൽ പോയിട്ട് തെറി പറഞ്ഞത് ശരിയായില്ല, അത് അധാർമികമാണ്, അത് ആര് എപ്പോൾ എങ്ങനെ പറഞ്ഞാലും ശരി ഞങ്ങളതിനെതിരാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന ഈ സ്വതന്ത്ര ചിന്തകൻ്റെ സ്ഥാനത്ത് സ്വതന്ത്ര ചിന്തകനായി വിളിക്കപ്പെടുന്നത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ ചാനൽ ചർച്ച നടത്തിയവരെ ആദ്യം തന്തയ്ക്ക് വിളിച്ചുകൊണ്ടായിരിക്കും ആ ചർച്ച തുടങ്ങുന്നത്. അതിനുശേഷം ആ ചർച്ച തന്നെ അധാർമികമാണെന്നും അങ്ങനെ ഒരു ചർച്ച നടത്താനുണ്ടായ മുഴുവൻ സംഗതികളുടെയും പിന്നിൽ ഈ ഒരു ലിംഗമതക്കാർ ചെയ്ത തമ്മാടിത്തരമാണ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോരുക. അവിടെ ഞാൻ ഒരിക്കലും നിഷ്പക്ഷനാവില്ല. ഡിംഗമതക്കാരുടെ പക്ഷമോ അല്ലെങ്കിൽ ലിംഗമതക്കാരുടെ പക്ഷമോ ഒന്നും ചേരില്ല. പക്ഷേ ഞാൻ അവിടെ ഈ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് മറ്റൊരു ആംഗിളിൽ നിന്നായിരിക്കും. കാരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നം, കുറേയേറെ സങ്കീർണതകളുള്ള, കുറേ ചരിത്രവുമായി ബന്ധപ്പെട്ട, കുറേ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നോ മൂലയിൽ നിന്നോ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അത് ചർച്ചയാക്കുക എന്ന് പറയുന്നതിന് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ്യമുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഉദ്ദേശ്യത്തെയും രാഷ്ട്രീയത്തെയും ഒന്നും പരിഗണിക്കാതെ ആ നടന്ന പ്രശ്നത്തെ, ആ ചർച്ചയിൽ കൊണ്ടുവന്ന കഷ്ണം മുറിച്ച് കൊണ്ടുവന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ സാമൂഹികമായ എല്ലാ സങ്കീർണതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായി പരിശോധിക്കാതെ, അതിൻ്റെ ചരിത്രം പരിശോധിക്കാതെ, അതിൻ്റെ ഇൻറ്റൻഷൻ, ആ
നടന്ന സംഭവങ്ങളുടെ മൊത്തം ഇൻറ്റൻഷൻ പരിശോധിക്കാതെ ആ ഇൻറ്റൻഷനോടുകൂടി തന്നെ നടന്ന ഈ സംഭവത്തിൽ നിന്ന് ഒരു കഷ്ണം മാത്രം മുറിച്ചെടുത്തിട്ട് പൊതു വിഷയമായി ചർച്ച ചെയ്യുന്നവരുടെ മാധ്യമക്കാരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനകത്ത് കേവലമായിട്ട് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം മാത്രം ചർച്ച ചെയ്ത് അവർ ചെയ്തത് തെറ്റാണ്, മറ്റവർ ചെയ്തത് ശരിയാണ് എന്ന് വിധി നിർണ്ണയിക്കുന്നത് ഒരു സാമൂഹിക വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം 1 മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ഷോർട്ട് കട്ടിലൂടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ചിന്താപരീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? അവിടെ പ്രശ്നം തെറിവിളിച്ചതാണോ? അവിടെ തെറിവിളിക്കുക എന്നത് ആ നിസ്സഹായാവസ്ഥയിൽ അടികൊണ്ട് വീടെല്ലാം പൊളിഞ്ഞ് തൻ്റെ വീട്ടിലുള്ള താൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു ഉപകരണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊള്ള സംഘത്തോട് തൻ്റെ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് തെറിവാക്കുകൾ ഉപയോഗിച്ചു എന്നതിൻ്റെ അധാർമികത ഒരു ചാനൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ചാനലുകാരനെയാണ് തന്തയ്ക്ക് വിളിക്കേണ്ടത് എന്ന് ഈ പറഞ്ഞ കാര്യം. ഇപ്പോൾ ഈ ചിന്താപരീക്ഷണം ഒരു സാങ്കല്പിക സംഭവമാണ് എങ്കിൽ പോലും ഈ പറഞ്ഞത് ഒരു കോമൺ സെൻസുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നാൽ ഇതേ സംഗതി തന്നെയാണ് ഈ നൂപുർ ശർമ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനെതിരായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്ന പ്രതികരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചർച്ചക്കെടുക്കുകയും ആ ചർച്ചയിൽ ഇങ്ങനെ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഈ നൂപുർ ശർമ്മ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനിടയായിട്ടുള്ള ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശ്യം എന്താണ്? ചർച്ച നടത്തുന്നവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ചർച്ചയിൽ പങ്കെടുക്കുന്ന നൂപുർ ശർമ്മയടക്കമുള്ള സംഘപരിവാർ വക്താക്കളുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അവിടേക്ക് അവരെങ്ങനെയാണ് എത്തിപ്പെട്ടത്? തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണത്. അവിടെ അതിൽ നിന്ന് അവർ പറഞ്ഞ കാര്യം, അപ്പുറത്ത് മറ്റേ പറഞ്ഞ കാര്യം മാത്രം എടുത്തുകൊണ്ട് ആ പറഞ്ഞതിൻ്റെയും പറയാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രശ്നം മാത്രം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നത് ഒരു സാമൂഹിക വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടേ അല്ല. മറിച്ച് എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ, എന്താണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഇൻറ്റൻഷൻ എന്താണ്, ഉദ്ദേശ്യം എന്താണ് എന്നതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് പരിഗണിക്കുമ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പോയാൽ തന്നെ നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഏത് വിഷയം പറയണം എന്നതൊക്കെ നമ്മൾ അതിനനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ചൊക്കെ തീരുമാനിക്കാൻ ഒരു സ്വതന്ത്ര ചിന്തകൻ പോകണമെങ്കിൽ ഈ സ്വതന്ത്ര ചിന്തകൻ ആദ്യം എന്തിനാണ് ഈ സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അയാൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. അയാളുടെ ഇൻറ്റൻഷൻ ഒരു സമൂഹത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക ധാർമ്മികതയുടെ ഇൻറ്റൻഷനാണ് അയാൾക്കുള്ളതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അയാൾ ആ വിഷയം കൈകാര്യം ചെയ്യുക. മറിച്ച് മറ്റു വളരെ ചെറിയ സങ്കുചിതമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളോ മറ്റു താല്പര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അയാൾ ഈ വിഷയം കൈകാര്യം ചെയ്യുക. അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്, അവിടെയാണ് നമ്മൾ തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുന്നത്. എന്താണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യം? ഇപ്പോൾ ഇതിനകത്ത് ഈ 2 കമൻറ്റിലും നമ്മൾ സ്വതന്ത്ര ചിന്തകർ മതവിമർശകർക്ക് മതവിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടും, നമ്മളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്കിതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ തരുന്ന ഒരു ആധാരരേഖയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ രാഷ്ട്രം, ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് ഒരു ആധാരരേഖയുടെ മുകളിലാണ്. അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ആ ഭരണഘടന തന്നെ അനുവദിക്കുന്ന ജനാധിപത്യ വോട്ടവകാശം എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തിൻ്റെ പേരിൽ ആ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നേർവിരുദ്ധമായ രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. ആ ഭരണഘടനയുടെ മൊറാലിറ്റിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നവരാണവർ.
അവർക്ക് വേറെ സമാന്തരമായ ഭരണഘടനയുണ്ട്, സമാന്തരമായ രേഖയുണ്ട്, ആധാരരേഖയുണ്ട്. അത് ഗോൾവാൾക്കറുടെ വിചാരധാരയാണ്. ആ വിചാരധാരയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ വിലമതിക്കപ്പെടുന്നത് ഈ സംഘപരിവാറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മാന്തി പൊളിച്ച് ഇല്ലാതാക്കി പകരം വിചാരധാരയ്ക്കനുസരിച്ചുള്ള മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ വരെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനു വേണ്ടി അധികാരം ഉറപ്പിച്ച് 2/3 അതിനപ്പുറവും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടതിലധികവും ഭൂരിപക്ഷം എല്ലാ സഭകളിലും നേടിയെടുത്തുകൊണ്ട് തങ്ങളുടെ ഹിന്ദു രാഷ്ട്രമെന്ന അജണ്ട നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന സംഘപരിവാറാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. ആ സംഘപരിവാറിൻ്റെ വിവിധ രാഷ്ട്രീയ നാടകങ്ങളിൽ ഒരു നാടകമാണ് ഈ പള്ളികൾക്കുള്ളിൽ ശിവലിംഗം തിരയുന്ന ഇപ്പോഴത്തെ ഈ ഏർപ്പാട്. കാരണം അവർ ഒരു പള്ളി പൊളിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ശക്തി നേടിയതും അധികാരം നേടിയതും. ഇതൊന്നും അറിയാത്തവരല്ല ഈ കമൻ്റ് ഇട്ടവരും നമ്മളൊന്നും. 92 ഈ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള വിധ്വംസക പ്രവർത്തനവും വർഗീയ ധ്രുവീകരണ പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇനി ഈ ഭരണഘടനയുടെ പൊളിച്ചെഴുതാൻ ഇപ്പോൾ നമ്മളൊക്കെ മതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കാണിക്കുന്ന 51A(H) ആർട്ടിക്കിൾ ഉണ്ടല്ലോ ഭരണഘടനയിൽ. ആ ആർട്ടിക്കിൾ അവിടെ നിലനിന്നാലേ നമുക്ക് മതവിമർശനമൊക്കെ ഇവിടെ നടത്താൻ പറ്റുള്ളൂ, ആർക്കായാലും. പക്ഷേ ആ ആർട്ടിക്കിൾ ഉൾപ്പെടെ ഈ ഭരണഘടന തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. ഈ ആർട്ടിക്കിൾ 51A(H) ഒക്കെ ഇനി ആ ഭരണഘടനയിൽ ഉണ്ടാകും എന്ന് വല്ല ഉറപ്പുണ്ടോ? അതൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ഇവിടെ ആരും മതത്തെ വിമർശിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണോ ഇപ്പോൾ നടക്കുന്ന നാടകം എന്ന് പോലും സംശയിക്കാവുന്ന തരത്തിലിരിക്കെ നമ്മൾ ഈ പറയുന്നതാണോ യാഥാർത്ഥ്യം? അപ്പം നമ്മൾ എന്താണ് ലക്ഷ്യമാക്കേണ്ടത്? ഇവിടെ അടുത്ത ഒരു പള്ളി പൊളിച്ചതിൻ്റെ ആ ഒരു സാഹചര്യം, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 24 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും ഈ പഴയ പള്ളീൻ്റെയും ക്ഷേത്രത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ആളെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് തന്നെ നാണം തോന്നുന്നു. അതുകൊണ്ട് അടുത്ത പള്ളിയിലേക്ക് എടുത്തതാണ്. അടുത്ത പള്ളി പൊളിക്കാനുള്ള നാടകങ്ങളുമായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ സംഭവം. അതിനകത്ത് ജുഡീഷ്യറിയിൽ വരെ ഇവർ അവരുടെ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ജുഡീഷ്യറിയുടെ കൂടി സപ്പോർട്ടോടു കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത പള്ളി പൊളിച്ചുകൊണ്ട് ഈ രാജ്യം വീണ്ടും ചോരപ്പുഴയാക്കാൻ വേണ്ടിയിട്ടും അതിലൂടെ 2/3 അതിലപ്പുറവും മഹാഭൂരിപക്ഷവും നേടിക്കൊണ്ട് ഈ ഭരണഘടന തന്നെ പൊളിച്ചെഴുതി പകരം ഗോൾവാൾക്കറിൻ്റെ വിചാരധാരയുടെ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള രാഷ്ട്രീയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പല നാടകങ്ങളിൽ ഒരു നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമായിരുന്നു നുപൂർ ശർമ്മയുടെ ഈ ചർച്ച. ആ രീതിയിൽ അതിനെ സമഗ്രമായിട്ട് ആ കോണ്ടെക്സ്റ്റും അതിൻ്റെ സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ ഏത് രീതിയിൽ സമീപിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കണമെങ്കിൽ നമുക്കൊരു ഇൻറ്റൻഷൻ വേണം. നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ദിശാബോധം ഉണ്ടാവുള്ളൂ. എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ? എന്താണ് നമ്മുടെ കയ്യിലുള്ള ആധാരരേഖ? നമ്മുടെ ആധാരരേഖ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, വിചാരധാരയല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു രേഖയെ ആധാരമാക്കിക്കൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ 51A(H)ൻ്റെ അടിസ്ഥാനത്തിലും മനുഷ്യരെ ഈ മതങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അശാസ്ത്രീയതകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് മാനസികമായ വികാസം നേടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങളെ ശാശ്വതമായിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ സമൂഹത്തെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സാമൂഹിക ധാർമ്മിക ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ആണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സമഗ്രമായ വീക്ഷണത്തോടു കൂടി സാമൂഹ്യ വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. അതല്ല തൽക്കാലം ആ ചർച്ചയിൽ പോയിട്ട് ഇന്നത് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ നേട്ടം കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമഗ്രതയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അവർക്ക് കോണ്ടെക്സ്റ്റ് നോക്കേണ്ട കാര്യമില്ല, അവർക്ക് ഇമ്പാക്റ്റ് നോക്കേണ്ട കാര്യമില്ല, അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. തൽക്കാലം
മെച്ചം ഏതുകൊണ്ട് എന്ന് മാത്രം ചിന്തിച്ചിട്ട് അതനുസരിച്ച് തീരുമാനമെടുത്താൽ മതി. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ സങ്കീർണത എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരുടെയും ഈ കമൻറ്റിൽ എന്നോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, നമുക്ക് മത വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടും. ഇസ്ലാമിക രാജ്യങ്ങൾ വന്നിട്ട് ഇന്ത്യയെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികൾ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ആ സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല. തൽക്കാലം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തി വീഴാനുള്ള സാധ്യത എപ്പോഴാണ് ഉണ്ടാകുന്നത്? സംഘപരിവാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും നമ്മുടെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അതായിരിക്കും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കുമൊക്കെ വിഘാതമായി മാറുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ കയറിയിട്ട് അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ച് സമഗ്രമായി പരിശോധിച്ച് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് പരിശോധിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പരിശോധിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ആ ഒരു കമൻറ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ ശരിയാണ് എന്ന് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ തലച്ചോറിനകത്തെ സിസ്റ്റം 1 മാത്രം പ്രവർത്തിപ്പിച്ച് ഷോർട്ട് കട്ടിലൂടെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് പോലുള്ള വലിയ വലിയ കാര്യങ്ങളും സമഗ്രതയോടുകൂടി കാണുമ്പോഴാണ് ഇത്തരം ഒരു ചർച്ചയിൽ പോയിട്ട് നമ്മൾ ഇവിടെ ഈ സംഘപരിവാറിന് ഹാഷ്ടാഗ് കെട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഫലത്തിൽ നമുക്ക് തന്നെ എങ്ങനെയാണ് വിനയാവാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറയാൻ ശ്രമിച്ചത്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്കും പുരോഗതിക്കും അത് വിഘാതമാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നുപൂർ ശർമ്മ എന്ന് പറയുന്ന സംഘി വക്താവ് പറഞ്ഞ വാചകം വസ്തുതയാണോ, ആ വാചകത്തോട് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതികരിച്ചത് ശരിയാണോ എന്ന വിഷയങ്ങളെക്കാളൊക്കെ ഈ ഒരു സാഹചര്യമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇനി ഇസ്ലാമിക രാജ്യങ്ങൾ അത് പറഞ്ഞത് ശരിയാണോ എന്നും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തത് ശരിയാണോ എന്നുമൊക്കെ അതിൽ ഈ കമൻറ്റുകളിൽ ആശങ്കപ്പെടുന്നുണ്ടല്ലോ. അതും വളരെ സങ്കീർണമാണ് വിഷയം. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനുള്ള അർഹതയില്ല എന്ന കാര്യത്തിൽ നമുക്കൊന്നും അധികം ചിന്തിക്കാതെ തന്നെ അഭിപ്രായം പറയാം. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് എടുത്തത് ഇന്ത്യക്ക് ഗുണകരമാവുകയോ നമുക്ക് ഗുണകരമാകുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഈ പറയുന്ന അഭിപ്രായ ഭിന്നതകൾ വരും. എന്താ കാരണം എന്നറിയോ? ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഈ ചർച്ച ഉൾപ്പെടെ, ഈ പള്ളി പൊളിക്കാനുള്ള നീക്കം ഉൾപ്പെടെ, ഈ ശിവലിംഗം തപ്പുന്ന ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വികാരപരമായി പ്രകോപിപ്പിച്ച് അതിലൂടെ കലാപങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ എന്ന വളരെ കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പണികളെല്ലാം ഇപ്പോൾ സംഘപരിവാർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളീ പറയുന്ന പൗരത്വ ബില്ല് മുതൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഏക സിവിൽ കോഡ് വരെ, അല്ലെങ്കിൽ മുത്തലാഖ് നിരോധനം വരെയുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണെന്നോ സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒക്കെ പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഇളക്കി വിടുക, വൈകാരികമായിട്ട് ഇളക്കി വിടുക. കാരണം മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു ഭ്രാന്തന്മാരാണ്. അതിപ്പോൾ നമുക്ക് തർക്കമുള്ള കാര്യമല്ലല്ലോ. എന്തെങ്കിലും അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഭ്രാന്ത് പിടിച്ച് എന്തും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ആ ഭ്രാന്തിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ രാജ്യത്ത് കലാപമുണ്ടാക്കാം. ആ കലാപം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൽ എന്ത് തന്നെയായാലും ഭൂരിപക്ഷ സമൂഹത്തിനാണ് ലാഭമുണ്ടാവുക. ഹിന്ദുക്കളെ മൊത്തമായിട്ട് ധ്രുവീകരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ വോട്ട് നേടി അധികാരത്തിൽ തിരിച്ചു വന്ന് കൂടുതൽ ഭൂരിപക്ഷത്തോടെ വന്ന് ഈ പറഞ്ഞ ഭരണഘടന അടക്കമെടുത്ത് തോട്ടിലെറിയാനും പകരം ഗോൾവാൾക്കറുടെ ഭരണഘടന നടപ്പിലാക്കാനുമുള്ള നീക്കമാണ് നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു സംഭവത്തിൽ പുറത്ത് മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചപ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ വന്നു. അത് ഇവർക്ക് ഗുണകരമാവില്ല.
കാരണം ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവരുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഇടപാടുകളും കച്ചവട ബന്ധങ്ങളും ഒരുപാട് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഒരു പ്രസ്താവനയുമായിട്ട് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾക്ക് തടസ്സമാകും, അത് പ്രതികൂലമായി ബാധിക്കും എന്ന് ഇവർക്കും അറിയാം. ഇവരുദ്ദേശിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം പ്രകോപിപ്പിച്ച് ഇവിടെ കലാപം ഉണ്ടാക്കാനാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടാനുള്ള കാരണവും അത് തന്നെയാണ്. അവർക്കിപ്പോൾ നൂപുർ ശർമ്മ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പ്രവാചകനെ നിന്ദിച്ചു എന്ന കാര്യമോ ഒന്നുമല്ല. അവരും ഇതിനെ കുറേ കാലമായിട്ട് വീക്ഷിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് കർണാടകയിൽ നടന്ന ഹിജാബ് പ്രശ്നത്തിലടക്കം പല വിദേശ രാജ്യങ്ങളും ഇടപെട്ടതും വാർത്തയാക്കിയതും. കാരണം ഇന്ത്യയിൽ മുമ്പ് ഹിറ്റ്ലർ അവിടെ നടത്തിയ ജൂതവേട്ട പോക്ക് സമാനമായിട്ടുള്ള ഒരു മുസ്ലിം വേട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം ജിനോസൈഡിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്നു എന്ന ഒരു ആശങ്ക പൊതുവിൽ ലോകത്തുണ്ട്. അത് മുസ്ലിം ലോകത്തും വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ആ ആശങ്കയോടുകൂടി ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രാജ്യങ്ങളാണ് കുറേയേറെ സംഗതികളെ ഒരുമിച്ച് കണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രതികരിച്ചത്. കാരണം ഇന്ത്യയുടെ ഈ പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയൊരു വിപത്തിലേക്കാണ് നീങ്ങുന്നത്, അവർ വലിയ തോതിൽ വേട്ടയാടപ്പെടാൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് ഒരു പ്രതിഷേധം ഈ ഒരു അവസരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു നൂപുർ ശർമ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല അവർ കണ്ടിട്ടുള്ളത്. അവർ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഏകദേശം നോക്കിയിട്ട് ഇന്ത്യക്കിട്ടിട്ട് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന രീതിയിൽ പ്രതികരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻറ്റൻഷൻ ഈ പറഞ്ഞതാണെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ ഇൻറ്റൻഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം പ്രകോപിപ്പിക്കലായിരുന്നു എന്നതും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യത്തിൽ ഇവർക്ക് കുറച്ച് പിന്നോക്കം പോകേണ്ടി വന്നതും നടപടിയെടുക്കേണ്ടി വന്നതും ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങളതിനെ തള്ളിക്കളയുന്നു എന്ന് പൊതുവിൽ പറയേണ്ടി വന്നതും ഒക്കെ ഈ ഒരു സാഹചര്യത്തിലാണ്. ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇത് പറയാനുള്ള അർഹത ഇല്ല എങ്കിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ചത് അത്ര മോശമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിരീക്ഷിച്ചാൽ ഈ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങൾക്കോട് പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കും എന്നൊരു തോന്നൽ ഈ സംഘപരിവാറുകാരുടെ മനസ്സിലുണ്ടാവുന്നത് ഭാവിക്ക് നല്ലതാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രതികരിച്ചതിനെ അവർക്കതിന് അർഹതയില്ല എന്ന ഒറ്റ കാരണത്തിൽ ഒതുക്കിക്കൊണ്ട് അതിനോട് ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. മറിച്ച് ഇതിനെ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശവും അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റും എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് നോക്കുമ്പോൾ സംഘപരിവാറിൻ്റെ ഇന്നത്തെ നിലയിലുള്ള പോക്കിനെ ഏതൊക്കെ തരത്തിൽ തടസ്സപ്പെടുത്താൻ പറ്റുമോ അതാണ് ഇന്ന് ഇന്ത്യയിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, മാനവികതയ്ക്ക് വേണ്ടിയും സാമൂഹിക ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്വതന്ത്ര ചിന്തകർ ആ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഒരു കഷ്ണം പെറുക്കിയെടുത്തിട്ട് അതിലെ വസ്തുത ശരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികത ശരിയാണോ എന്ന് പരിശോധിക്കുന്ന രീതി സാമൂഹിക വിഷയങ്ങളിൽ യുക്തിപരം അല്ല. ഇതാണ് ഈ രണ്ട് കമൻറ്റുകളോടും പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ അടുത്ത മറ്റു വീഡിയോകളിലൂടെ ചെയ്യാം. ചില ആളുകൾ പറയുന്നത് രണ്ട് തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. മാഷ് ഇത്തരം വിഷയങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട, നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ്സും ഇസ്ലാം വിമർശനവും മാത്രമായിട്ട് പോയാൽ മതി എന്നാണ് ഒരു കൂട്ടരുടെ ഉപദേശം. വേറൊരു കൂട്ടരുടെ ഉപദേശം, നിങ്ങൾ ഇതുവരെ തുടർന്ന് പോന്നിട്ടുള്ള ഇസ്ലാം വിമർശനവും ഖുർആൻ ക്ലാസ്സുകളും ഒന്നല്ല നടത്തേണ്ടത്, ഇതുപോലെയുള്ള വിഷയങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് നേരെ വിപരീതമായിട്ടുള്ള നിർദ്ദേശവും ഉണ്ട്. കമൻറ്റുകളിൽ നോക്കിയാൽ ഈ രണ്ട് കോമഡിയും കാണാം. ഞാൻ തൽക്കാലം ആ രണ്ട് നിർദ്ദേശങ്ങളിൽ നിന്നും പകുതി വീതം എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങളും പറയുക, ഒപ്പം ഖുർആൻ വിമർശനവും ഇസ്ലാം വിമർശനവും തുടരുക. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യവും ഒരുപാട് ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തിന് എന്നാണ് എൻ്റെ ചോദ്യം.
ഒരു സംഘമായിട്ട് നമ്മൾ ഒരു കൂട്ടമായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിന് നമുക്കൊരു പൊതു ലക്ഷ്യമുണ്ടാവണം. ഏത് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാൻ മുമ്പ് മറുപക്ഷത്തുള്ള ആളുകളോട് അങ്ങോട്ട് ചോദിച്ചതാണ് 2013-ലും 2014-ലൊക്കെ. അതിന് അവരിൽ നിന്ന് കിട്ടിയ ഉത്തരം വളരെ നിരാശാജനകമായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തിന് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം ഉത്തരം ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഏതെങ്കിലും വ്യക്തികൾക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് എനിക്ക് താല്പര്യമില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സംഘപരിവാർ പോലുള്ള ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നമ്മുടെയൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ മീതെ ഡെമോക്രസിൻ്റെ വാളായി തൂങ്ങി നിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് താങ്ങിക്കൊണ്ട് കേരളത്തിൽ കൂടി അവർക്കൊരു മണ്ണൊരുക്കി കൊടുക്കുക എന്നതാണോ ഉദ്ദേശം എങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് ഞാനില്ല. മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി മഹത്തായ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക ധാർമ്മിക ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയാണെങ്കിൽ എല്ലാവരും ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ആളുകളെ ഒപ്പം കൂട്ടിയിട്ട് അവർക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അതിൻ്റെ ഒരു മറുപടി. നമുക്ക് ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളും ഒപ്പം ഞാൻ തുടർന്നു പോരുന്ന ഖുർആൻ ക്ലാസ്സും ഇസ്ലാം വിമർശനവും ഒക്കെ തുടരാവുന്നതാണ്.